ഒരു യുവാവ് അയാളിങ്ങനെ വിശന്ന് വളരെ ദരിദ്രനാണ്, കഴിക്കാനൊന്നും കുറേ നാളായിട്ട് കിട്ടിയിട്ടില്ല. അവസാനം വിശന്ന് പൊരിഞ്ഞ് അയാളിങ്ങനെ ഒരു തോട്ടത്തിലൂടെ അങ്ങനെ നടക്കുകയാണ്, ഒരു പുഴക്കരയിലൂടെ നടക്കുകയാണ്. പെട്ടെന്നാണ് പുഴക്കരയിലൂടെ ഒരു ആപ്പിൾ, ഇങ്ങനെ സുന്ദരമായ ഒരു ആപ്പിൾ ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. അങ്ങനെ അയാളത് കണ്ടപ്പോൾ അയാൾക്ക് സകല നിയന്ത്രണവും വിട്ട് അയാളെ പുഴയിലേക്ക് എടുത്ത് ചാടിയിട്ട് ആ ആപ്പിൾ എടുത്തിട്ട് അത് കഴിച്ചു. വിശപ്പിൻ്റെ ഒരു അന്ധതയിൽ അയാൾക്കൊന്നും മനസ്സിലായില്ല. അവസാനം അയാൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, പഠിച്ചോനെ, ഇതെൻ്റെ ആപ്പിളല്ല, എൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല, ഞാനിത് ആരോട് പോയി ചോദിക്കും, ആരോട് പോയി ഞാൻ പരാതി പറയും? അങ്ങനെയാണ് ആ മനുഷ്യൻ പുഴക്കരയിലൂടെ നടക്കുന്നത്. നടന്ന് 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 അങ്ങേ അറ്റം വരെ നടന്ന് അവസാനം അയാൾ ഒരു തോട്ടത്തിലെത്തി, ഒരു ആപ്പിൾ തോട്ടത്തിലെത്തി. ആ നാട് മുഴുവൻ അയാൾ അന്വേഷിച്ചു, വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും തോട്ടത്തുനിന്ന് ഈ പുഴയിൽ ആ ആപ്പിൾ പോകാൻ സാധ്യതയുണ്ടോന്ന് അന്വേഷിച്ചു. ഇല്ല, ഈ ഒരു തോട്ടം മാത്രമേ ഉള്ളൂ. അവസാനം ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് കണ്ടെത്തി. ആ ഉടമസ്ഥൻ്റെ വീടിൻ്റെ വാതിൽക്കൽ പോയി അയാൾ വാതിൽ കൊട്ടി. ഉടമസ്ഥൻ വാതിൽ തുറന്നു. ഇയാൾ പറഞ്ഞു, നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരാനോ? എന്ത് പൊരുത്തപ്പെട്ട് തരാൻ? വിശന്ന് പൊരിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു ആപ്പിൾ നദിയിലൂടെ ഒഴുകി വന്നപ്പോൾ ഞാനത് കഴിച്ചു പോയിട്ടുണ്ട്, നിങ്ങളതെനിക്ക് മാപ്പാക്കി തരണം. ഈ വീട്ടുകാരൻ പറഞ്ഞു, ഇല്ല, ഞാനത് മാപ്പാക്കി തരില്ല, സമ്മതമല്ല. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അനുവാദമില്ലാതെ അത് കഴിച്ചു? ഞാനത് മാപ്പാക്കി തരില്ല. വളരെ വേദനയോടുകൂടി യുവാവ് ചോദിച്ചു, എന്താണ് ഞാനതിന് പകരം ചെയ്യേണ്ടത്? നിങ്ങളെനിക്ക് മാപ്പ് നൽകാൻ ഞാൻ എന്തു വേണം? അയാൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മകളെ കല്യാണം കഴിക്കണം, നിങ്ങൾ എൻ്റെ മകളെ കല്യാണം കഴിക്കണം. ഈ യുവാവ് അത്ഭുതപ്പെട്ടു, മോളെ കല്യാണം കഴിക്കാനോ? അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല അത്. എൻ്റെ മകൾ സൗന്ദര്യം തീരെ ഇല്ലാത്തവളാണ്, വിരൂപിയാണ്. എൻ്റെ മകൾ കണ്ണ് കാണാത്തവളാണ്, എൻ്റെ മകൾ ചെവി കേൾക്കാത്തവളാണ്, എൻ്റെ മകൾ സംസാരിക്കാത്തവളാണ്, എൻ്റെ മകൾ കൈകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ലാത്തവളാണ്, എൻ്റെ മകൾക്ക് കാലുകൾക്ക് സ്വാധീനമില്ലാത്തവളാണ്, കാലുകൾക്ക് ശേഷിയില്ലാത്തവളാണ്. ഇങ്ങനെ ഒരു മകൾ എനിക്കുണ്ട്, അന്ധയായ, ബധിരയായ, മൂകയായ, മുടന്തിയായ, കൈകൾക്ക് സ്വാധീനമില്ലാത്തൊരു മകൾ എനിക്കുണ്ട്. ആ മകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല യുവാവിന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സിരകളിലൂടെ ഹറാമിൻ്റെ ഒരു തുള്ളി രക്തം ഒഴുകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മകളെ ഈ തോളത്ത് വെച്ച് ഞാൻ നടക്കുന്നതാണ്. ഞാൻ കല്യാണം കഴിക്കാം, നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ആ ഉപാധി വെച്ച് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പഴം മാപ്പാക്കി തരാം. അങ്ങനെ കല്യാണം നടന്നു. പെണ്ണിനെ കണ്ടിട്ടൊന്നുമില്ല, പെണ്ണാണൽ ചടങ്ങൊന്നും നടന്നിട്ടില്ല. കല്യാണം നടന്നു. വധുവിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന യുവാവിൻ്റെ മുന്നിലേക്ക് ഈ പിതാവ് ഒരു പെൺകുട്ടിയുമായി കടന്നു വന്നു. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ യുവാവ് ഞെട്ടിപ്പോയി. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. കണ്ണിന് യാതൊരു പ്രശ്നവുമില്ല, ചെവിക്കും യാതൊരു പ്രശ്നവുമില്ല, ആരോഗ്യ ദൃഢഗാത്രമായ 2 കാലുകളും കൈകളുമുണ്ട്. സംസാരം വാപ്പാനോട് മധുരമായ ശബ്ദത്തിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. യുവാവ് ചാടി എഴുന്നേറ്റിട്ട് ആ പിതാവിനോട് ചോദിച്ചു, നിങ്ങളെന്നെ വ്യഭിചാരത്തിലേക്കാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങളുടെ മകൾ എവിടെ? അന്ധയായ, ബധിരയായ, മൂകയായ, മുടന്തിയായ, വികലാംഗയായ നിങ്ങളുടെ മകൾ എവിടെ എന്ന് ചോദിച്ചപ്പോ ആ പിതാവ് മറുപടി പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ മകൾ. എൻ്റെ മകൾക്ക് സൗന്ദര്യമില്ല, അന്യ പുരുഷന്റെ മുന്നിൽ തുറന്നു വെക്കപ്പെടുന്ന സൗന്ദര്യമില്ല. എൻ്റെ മകൾക്ക് കാഴ്ചയില്ല, ഹറാമായത് കാണുന്ന കാഴ്ച എൻ്റെ മകൾക്കില്ല. എൻ്റെ മകൾക്ക് കേൾവിയില്ല, ഹറാമായത് കേൾക്കുന്ന ഒരു ചെവി എൻ്റെ മകൾക്കില്ല. എൻ്റെ മകൾക്ക് സംസാരശേഷിയില്ല, അനർത്ഥമായതും അനുചിതമായതും സംസാരിക്കുന്ന നാവ് എൻ്റെ മകൾക്കില്ല. എൻ്റെ മകളുടെ കാലുകൾ ചലിക്കില്ല, ഹറാമിലേക്ക് ചലിക്കില്ല. എൻ്റെ മകളുടെ കൈകൾക്ക് സ്വാധീനമില്ല, ഹറാമ് ചെയ്യാനുള്ള സ്വാധീനമില്ല. അതുപോലെയാണ് ഞാൻ ഇവളെ വളർത്തിയത്. ഇവൾക്ക് ഇവളുടെ തഖ്വക്ക് അനുയോജ്യമായ ഒരു വരനെ എനിക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഈ പൊരിവെയിലെത്തും, സൂര്യന്റെ പൊരിവെയിലേറ്റിട്ടും ഒരുപാട് നാഴിക കടന്ന് എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് ഒരു ആപ്പിള് കാരണം മാപ്പ് ചോദിക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ, അതുമാത്രമല്ല ഇത്രയും വികലാംഗയ ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ, എൻ്റെ മകൾക്ക് എന്തുകൊണ്ടും യോജിച്ച ഭർത്താവാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നത്. ആ ചരിത്രം പറയുന്നത് ആ ദമ്പതിമാരിലാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഉണ്ടായത്. ആ ഇമ്മത്തിൻ്റെ ഇമാമുകളിലെ ഒന്നാമനാണ് അദ്ദേഹം. ബാക്കി 3 അയിമ്മത്തിൻ്റെ ഇമാമുകളുടെയും ഉസ്താദാണ് അദ്ദേഹം റഹിമഹുല്ലാഹു അലൈഹി. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാടവത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും വിശ്വവിഖ്യാതമാണ്.
എത്രയോ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇങ്ങനെയാണ്. ഹറാമിന്റെ ഒരു തുള്ളി പോലും കലരുന്നതിനെ കുറിച്ച് അവരെല്ലാം ഭയപ്പെട്ടിരുന്നു.